രാത്രികാലവും ദൈവവചനം സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. आज इस रात्रि सभा में वचन को सुनने के लिए, वचन को ग्रहण करने के लिए जितने लोग उपस्थित हुए हैं, आप सभी को प्रभु यीशु मसीह के नाम में प्रेमी सलाम में कहता हूँ. അന്ത്യകാല ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന വചനത്തിൻ്റെ പുത്രന്മാർ, അവരിലുള്ള ചില ഗുണമേന്മകൾ അവർ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അവരിൽ വെളിപ്പെടുന്ന ചില പ്രത്യേകതകൾ, അതിൽ ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. और उस प्रकार से वचन के द्वारा जन्मे हुए वे जो पुत्र लोग जब प्रभु के हाथों में इस्तेमाल में लिए जाना है, तो उनके जीवन में कौन कौन सी बातें होनी चाहिए, कौन सी बातों का उन्हें ध्यान रखना है, उस बारे में हम इन दिनों में सीख रहे हैं. और उसी क्रम में एक और बात को आज हम सीखेंगे जिसके द्वारा प्रभु हमें जागृति में इस्तेमाल में ले सके. അത്തരത്തിലുള്ള പുത്രന്മാരിൽ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അവർ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ പരിശീലിക്കപ്പെട്ടവരാകുന്നു. और उन पुत्रों की एक विशेषता यह होगी कि वे परमेश्वर की उपस्थिति में जीवन व्यतीत करने के लिए वे प्रभु के द्वारा सिखाए गए होंगे. രാത്രി ഞാൻ അതിനാൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹോസ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, എങ്ങനെ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തെ, യേശുവിൻ്റെ സാന്നിധ്യത്തെ വഹിക്കുന്ന പാത്രങ്ങളായി തീരുവാൻ കഴിയും. और आज जो विषय मैं आपके सम्मुख रखना चाहता हूं कि कैसे परमेश्वर की उपस्थिति को आप लेकर चल सकते हैं, उसको आपके जीवन के अंदर, आपके घर के अंदर आप स्वीकार कर सकते हैं. പ്രഥമമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 68-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. യോഹന്നാൻ रचित सुसमाचार 6वां अध्याय उसके 68वें पद की ओर मैं आपका ध्यान ले जाना चाहूंगा. ആ പശ്ചാത്തലം ഞാൻ പറയുന്നു. യേശുവിനെ അനുഗമിച്ച അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. और यीशु मसीह के अनुसरण किए हुए बहुतेरे शिष्य थे. യേശു അവരോട് വളരെ വ്യക്തമായി അവിടുത്തെ വചനം പങ്കുവച്ചു കഴിഞ്ഞപ്പോൾ, और यीशु मसीह ने जब उनको वचन को समझाया, इसके बाद 6:66 പറയുന്നു, അവരിൽ പലരും യേശുവിനെ വിട്ട് പിൻവാങ്ങിപ്പോയി. और 6:66 में हम देखते हैं कि बहुत सारे शिष्य लोग यीशु को छोड़कर चले गए. ഞാൻ ആ വാക്യം ശ്രദ്ധിച്ചപ്പോൾ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പിന്മാറ്റം എന്ന് പറയാനൊക്കത്തില്ല, ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടവർക്കൊന്നും പിന്മാറാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെട്ടവർക്ക്, കർത്താവ് ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് പിന്മാറാൻ ആ വാക്ക് തന്നെ ശരിയല്ല. और वास्तविकता में जो उल्टे फिर गए, उस शब्द में गड़बड़ी है कि वास्तविकता में यदि यीशु आपके अंदर जन्म लिया है, आप पीछे नहीं जा सकते. वास्तविकता में जन्म लिया है तो നീ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശു നിൻ്റെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നീ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല. और यदि आप आपके जीवन में यीशु को उद्धारकर्ता के रूप में स्वीकार किया है, आपने उसको अनुभव किया है, चख कर जाना है, तो चाहे कितने भी विपरीत परिस्थितियां क्यों ना आ जाए, आप यीशु को छोड़कर नहीं जाओगे. ഇവിടെ 6:66 എന്ന് പറയുമ്പോൾ 666 ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ സംഖ്യ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ശ്രദ്ധ ആ സംഖ്യയിൽ പതിഞ്ഞു. 666ലാണ് പലരും യേശുവിനെ വിട്ടുപോയത്. और 6 का 66 अगर उसको मिलाकर पढ़े तो 666. तो यह अंक 666 का अंक मेरे ध्यान को खींचा. उस अंक में बहुतेरे लोग यीशु को छोड़कर उल्टे फिर गए, ऐसा लिखा है. വളരെ വ്യക്തം, യേശുവിനെ വിട്ടുപോകുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ഉണ്ട്. और यीशु मसीह को छोड़कर जो जाते हैं, उनमें कार्य करने वाली ख्रिस्त विरोधी की एक आत्मा होती है. എല്ലാവരും, ഈ ശിഷ്യന്മാരിൽ ചിലരൊക്കെ യേശുവിനെ വിട്ടുപോകുമ്പോൾ യേശു തൻ്റെ അരികിൽ നിൽക്കുന്ന പത്രോസിനോടും മറ്റുള്ളവരോടും 12 പേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? और बहुतेरे चेले जब यीशु को छोड़कर चले गए, तो बचे हुए 12 से यीशु पूछता है, क्या तुम भी चले जाना चाहते हो? അതിനുള്ള മറുപടിയാണ് 68-ാമത്തെ വാക്യത്തിലെ പത്രോസ് പറയുന്നത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. और उसका जवाब 68वें पद में शमौन पत्रोस कहता है, हे प्रभु, हम किसके पास जाए? अनंत जीवन की बातें तो तेरे ही पास है. ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ന്യൂ ബ്രീഡ്, പ്രത്യേകമാകുന്ന സവിശേഷമാകുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ആ വചനത്തിൻ്റെ പുത്രന്മാർ, അവരുടെ സമീപനമായിരിക്കും, അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല.
और इस पीढ़ी में प्रभु जिन्हें इस्तेमाल में लेना चाहता है, उस जागृति की पीढ़ी की खासियत यह होगी, उनके अंदर का अंगीकार यह होगा, प्रभु आपको छोड़कर हम कहां जाए, यदि हम आप पर निर्भर नहीं है हम जीवित नहीं रह सकते। യൂദായുടെ ലേഖനത്തിൽ ഈ സാന്നിധ്യത്തെ മഹിമാ സന്നിധി എന്ന് പറയുന്നുണ്ട്. പ്രസൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് 24-ാമത്തെ വാക്യത്തിൽ, യൂദായുടെ ലേഖനം 24-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. और यहूदा उसके 24वें पद के अंदर उपस्थिति को महिमा की भरपूरी इस पद के द्वारा वहां पर बताया गया है. यहूदा उसका 24वां पद के अंदर പ്രസൻസ് ഓഫ് ഹിസ് ഗ്ലോറി, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ, പ്രസൻസ് of his glory. अब जो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है. യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. और यीशु मसीह ने यूहन्ना 15:5 में कहा कि मुझे छोड़कर तुम कुछ भी नहीं कर सकते. യഥാർത്ഥമായിട്ട് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാർക്ക് യേശുവിനെ പിരിഞ്ഞ് അവിടുത്തെ സാന്നിധ്യത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. वास्तविकता में यीशु के पीछे चलने वाले लोग, यीशु के द्वारा इस्तेमाल में लिए जाने वाले लोग बगैर उपस्थिति के, बगैर यीशु के कुछ भी नहीं कर सकते. സാന്നിധ്യമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്ന നൂറുകണക്കിന് ആളുകളില്ലേ? उपस्थिति का अनुभव किए बगैर कार्यों को करने वाले सैकड़ों की संख्या में लोग हैं. ലോകത്തിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലുള്ളവരെ കുറിച്ചാണ്, ദൈവസഭയ്ക്ക് ഉള്ളിലുള്ളവരെ കുറിച്ച്, ശുശ്രൂഷകന്മാരെ കുറിച്ച്. നൂറുകണക്കിന് ശുശ്രൂഷകന്മാരുണ്ട്, അവർക്ക് സാന്നിധ്യമൊന്നും വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ അറിവിൽ നിന്ന്, അവരുടെ പരിചയത്തിൽ നിന്ന്, അവരുടെ കഴിവിൽ നിന്ന്, അവരുടെ സ്കില്ലിൽ നിന്ന് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. और संसार की बात नहीं कर रहा, कलीसिया के भीतर की बात कर रहा हूं, प्रचारकों की, अगुओं की बात कर रहा हूं. आप प्रभु की उपस्थिति को अनुभव किए बगैर भी आपके अनुभव के द्वारा, आपके पढ़ाई के द्वारा, आपके ज्ञान के द्वारा, आपकी काबिलियत के द्वारा आप वचन का प्रचार कर सकते, कई बातों को आप कर सकते. സഭയുടെ അഡ്മിനിസ്ട്രേഷൻ സാന്നിധ്യമില്ലാതെ അവർക്ക് ചെയ്യുവാൻ കഴിയും. കെട്ടിടം പണി സാന്നിധ്യമില്ലാതെ ചെയ്യുവാൻ കഴിയും. സുവിശേഷീകരണം സാന്നിധ്യമില്ലാതെ അവർക്ക് ചെയ്യുവാൻ കഴിയും. और बगैर उपस्थिति को अनुभव किए हुए कलीसिया के प्रशासकीय कार्यों को किया जा सकता है, भवन का निर्माण किया जा सकता है, सुसमाचार प्रचार भी किया जा सकता है. ആ കൂട്ടത്തെ അല്ല വരാൻ പോകുന്ന ഈ വലിയ ഉണർവിൽ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നത്. और उस समूह को आने वाली जागृति में परमेश्वर इस्तेमाल में नहीं लेगा. സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയെ, യേശുവിൻ്റെ സാന്നിധ്യം കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു തലമുറയാണ് കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നത്. उपस्थिति में जीवन व्यापन करने वाली एक पीढ़ी, एक ऐसी पीढ़ी जिसका अंगीकार होगा, प्रभु आपकी उपस्थिति के बगैर हम कुछ भी नहीं कर सकते, ऐसी पीढ़ी को प्रभु इस्तेमाल में लेगा. അവരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാൻ മാത്രമല്ല സാന്നിധ്യം ആവശ്യമായിരിക്കുന്നത്, അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ്, ഉറങ്ങണമെങ്കിൽ സാന്നിധ്യം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ സാന്നിധ്യം വേണം, അടുക്കളയിൽ പണി ചെയ്യണമെങ്കിൽ സാന്നിധ്യം വേണം, കാർ ഓടിക്കണമെങ്കിൽ സാന്നിധ്യം വേണം, ഏതെങ്കിലും സെക്യുലറായിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സാന്നിധ്യം വേണം. സാന്നിധ്യമില്ലാതെ, അവിടുത്തെ സാന്നിധ്യമില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു തലമുറ. ऐसी पीढ़ी जो केवल प्रचार करने के लिए नहीं, लेकिन जीवन के हर एक कार्यों में, चाहे वो घर पे कार्य करना हो, सोना हो, नौकरी करना हो, इमारतों का निर्माण करना हो, कोई भी कार्य क्यों न हो, हर कार्य के लिए उपस्थिति पर निर्भर रहने वाली एक पीढ़ी. നമുക്കെല്ലാവർക്കും പ്രോമിസ് കർത്താവ് നൽകിയിട്ടുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായത്. और परमेश्वर ने हम सबको वायदा दिया है कि जगत के अंत तक सदैव मैं तुम्हारे संग हूं. അത് യാഥാർത്ഥ്യമാണ്. യേശുവുള്ളവരോടുകൂടെ ആ പ്രോമിസ്, ആ വാഗ്ദത്തം അവരോടുകൂടെ നിലനിൽക്കും. और वह अपने आप में एक हकीकत है, जिनके साथ में यीशु है उनके जीवन में वो वायदा हमेशा बना रहता है. എന്നാൽ അതിലും ഉയർന്ന ഒരു അനുഭവം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പ്രസൻസ് ഓഫ് ഗാഡ്, അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. और मैं उससे भी एक गहरे एक अनुभव के बारे में आज आपको बताना चाहता हूं. एक ऐसी उपस्थिति जिसे अनुभव किया जा सके, जिसे महसूस किया जा सके.
നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും, നിങ്ങൾക്കത് ഫീൽ ചെയ്യുവാൻ കഴിയും. ഫീലിങ്ങിന് പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ വ്യക്തിപരമായി ശുശ്രൂഷയുടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഫീലിങ്ങിന് പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. और भावनाओं में आपके शरीर में आप उसे महसूस कर सकते हैं. बहुत सारे लोग हैं जो कहते हैं कि भावनाओं का महत्व नहीं है, लेकिन मेरी सेवकाई के अनुभव में मैं समझा है हाँ भावनाओं का भी महत्व है, महसूस भी किया जाना है. നാച്ചുറലിൽ തന്നെ നമുക്ക് ഫീലിംഗ് ഇല്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. आप इस संसार में क्या बिना भावनाओं के, बिना चीजों को महसूस किए हम जीवन व्यतीत नहीं कर सकते. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് രുചി തോന്നുന്നുണ്ടോ? क्या आप भोजन खाते समय उसका स्वाद आपको महसूस होता है? വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖം തോന്നുന്നുണ്ടോ? पानी जब पीते हैं तब क्या आपको एक ठंडक महसूस होती है? നടന്നു കുഴഞ്ഞു വന്നതിന് ശേഷം കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടോ? आप पैदल चल चलकर थक कर घर में आने के बाद जैसे कुर्सी पे बैठते हैं एक आराम की अनुभूति क्या आपको नहीं मिलती? ആരാണ് പറഞ്ഞത് അനുഭവമൊന്നും വേണ്ട എന്ന്? ജീവിതത്തിൽ 24 hours നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. അനുഭവങ്ങൾ കൂടാതെ നമുക്ക് ജീവിക്കാനൊക്കില്ല ഈ ഭൂമിയിൽ. और किसने कहा कि अनुभव की जरूरत नहीं, अनुभव का स्थान नहीं? प्रियो, इस संसार में 24 घंटा जीवन व्यतीत करना है तो हमें बातों को अनुभव करना होगा. हमारे शरीर में हमें उन बातों को महसूस करना अनिवार्य है. നാച്ചുറലിൽ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്പിരിച്വലിൽ അനുഭവങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നു? और सांसारिक में, शरीर में यदि अनुभव को महत्व है तो आत्मिक आयाम के अंदर क्यों हम अनुभवों को तिरस्कृत करते, उसको हम निरस्त करते कि हमें उसकी जरूरत नहीं, ऐसा हम क्यों कहते? ആ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പ്രസൻസ് ഓഫ് ഗാഡിനെയാണ്, ആമേൻ, നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. और मैं उस उपस्थिति के बारे में आज कह रहा हूं जिसे हम महसूस कर सकते हैं, उसके स्पर्श को हम पहचान सकते हैं. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം പരിചിതമാകുന്ന വാക്യമാണ്. और യോഹന്നാൻ रचित सुसमाचार उसका 14 उसका 6 एक सुपरिचित पदभाग है. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പാരാക്ലീറ്റസിനെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. और यीशु मसीह पवित्र आत्मा के बारे में, पैराक्लीटोस के बारे में अपने चेलों को वहां पर समझाते हैं. ആ ഭാഗത്ത് യേശു പറയുന്നത് അവിടുന്ന് വന്ന് നിങ്ങളിൽ വസിക്കുവാൻ പോകുകയാണ്. और वहां पर प्रभु कहता है कि वह आकर तुम में निवास करेगा. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ പോകുന്നു. वह तुम्हारे भीतर निवास करेगा. ആമേൻ. അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നൊരു കാര്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എന്നിൽ വസിക്കുകയോ? एक यहूदी व्यक्ति के लिए उसकी बुद्धि में, उसकी समझ में वो कभी स्वीकार नहीं कर सकता कि पवित्र आत्मा आकर मुझ में निवास करेगा. സീനായി പർവ്വതത്തിന്റെ മുകളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകമായി പറഞ്ഞു, പർവ്വതത്തെ തൊടുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. और सिनाई पर्वत के ऊपर जब उपस्थिति उतर आई, वहां पर खास कहा गया था जो पर्वत को छुएगा उसे पत्थरवा करके मारा जाना है. ഇവിടെ ഇതാ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ പോകുക. और देखो यहाँ पर यीशु कह रहे हैं कि पवित्र आत्मा आकर तुम में निवास करेगा. ഇന്ന് രാത്രി നമ്മളൊക്കെ അത്തരത്തിലുള്ള വലിയൊരു പ്രിവിലേജ് ലഭിച്ച ജനറേഷൻ ആകുന്നു. प्रियो, मैं और आप वह धन्य पीढ़ी है जिन्हें यह सौभाग्य मिला है. ദൈവത്തെ തേടി ഒരു പർവ്വതത്തിലും പോകേണ്ട കാര്യമില്ല, ഒരു പുണ്യസ്ഥലത്തും പോകേണ്ട കാര്യമില്ല, ഒരു പ്രത്യേക കെട്ടിടത്തിലും പോകേണ്ട കാര്യമില്ല. ദൈവം വന്ന് നമ്മിൽ വസിച്ച് നമ്മെ ദൈവത്തിൻ്റെ ദേവാലയങ്ങളാക്കിയിരിക്കുന്ന ഒരത്ഭുതം സംഭവിച്ച തലമുറയാകുന്നു നമ്മൾ. प्रियो, मैं और आप उस पीढ़ी का भाग है. हमें उपस्थिति को ढूंढ कर किसी पहाड़ के ऊपर चढ़ने की जरूरत नहीं, अन्य किसी स्थान में हमें जाने की जरूरत नहीं, लेकिन परमेश्वर ने अपने पवित्र आत्मा को हमारे अंदर रहने के लिए, हमारे शरीर को उसका निवास स्थान बना दिया है. ऐसी एक धन्य पीढ़ी है मैं और आप. 14-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:21, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ മാനിഫെസ്റ്റ് ചെയ്തു കൊടുക്കും. और यूहन्ना 14 उसका 21, जिसके पास मेरी आज्ञाएं हैं और वह उन्हें मानता है वही मुझसे प्रेम रखता है, और जो मुझसे प्रेम रखता है उससे मेरा पिता प्रेम रखेगा
और मैं उससे प्रेम रखूंगा और अपने आप को उस पर प्रकट करूंगा. യെസ്, കാണിച്ചു കൊടുക്കുമെന്നാണ്. ഞാൻ അവൻ്റെ മുമ്പിൽ വന്ന് എന്നെ അവന് കാണിച്ചു കൊടുക്കാൻ പോകുകയാണ്. और उसका अर्थ है कि मैं उसके सामने आकर उपस्थित होकर अपने आप को उस पर प्रकट करूंगा. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ച തലമുറയാണിത്. अपने हाथों को उठा के प्रभु को धन्यवाद दीजिए. मैं और आप वो धन्य पीढ़ी है. यीशु अपने आप को हमारे सम्मुख प्रकट करता है. 23-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് അത്ഭുതം ആമേൻ ആ വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. और 23वां पद, यदि कोई मुझसे प्रेम रखेगा तो वह मेरे वचन को मानेगा और मेरा पिता उससे प्रेम रखेगा और हम उसके पास आएंगे और उसके साथ वास करेंगे. Abiding presence of God. और वह उपस्थिति जो हमारे अंदर निवास करती है. എല്ലാവരും ചേർന്ന് പറ, വസിക്കുന്ന സാന്നിധ്യം. ऊंची आवाज में बोलिए, हमारे साथ में निवास करने वाली उपस्थिति. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാകുന്ന സകല ചരാചരങ്ങളുടെയും ഉടയവനാകുന്ന വിശുദ്ധിയിൽ വസിക്കുന്നവനാകുന്ന വലിയവനാകുന്ന ദൈവം, ആമേൻ, പരിശുദ്ധനാകുന്ന ദൈവം വന്ന് എന്നിൽ വസിക്കുന്നു. प्रियो, इस पूरे संसार को रचने वाला, इस संसार को नियंत्रित करने वाला, पवित्रता में ज्योतियों में रहने वाला वह सर्वशक्तिमान परमेश्वर मुझ में और आप में आकर निवास करता है. നിങ്ങൾക്കത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ സത്യമല്ലേ? प्रियो, यह कितना बड़ा सत्य है, कितनी बड़ी समझ है जो हमारी सोच से कहीं परे है. അതിൻ്റെ മൂല്യം മനസ്സിലാക്കുക, അതിൻ്റെ വില മനസ്സിലാക്കുക. നമ്മൾ പെട്ടെന്ന് ഇത് കേട്ട് യേശു എന്നിൽ വന്നു എന്നൊക്കെ കേട്ട് നമ്മളതിനെ അങ്ങ് ആമേൻ മനസ്സിലാക്കിയ, ഓ യെസ്, യേശു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അതിനെ നിസ്സാരമായി കാണാറുണ്ട്. പക്ഷേ ആഴത്തിലൊന്ന് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ നികൃഷ്ടനാകുന്ന ഒരു ജീവിയുടെ ഉള്ളിൽ വന്ന് ഈ വലിയ ദൈവം വസിക്കുക എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനപ്പുറമാണ്. प्रियो, कई बार बड़े हल्के अंदाज में हम उन पदों को लेते हैं कि पवित्र आत्मा मुझ में निवास करता है, लेकिन उसकी वास्तविकता को जरा आप समझिए. मेरे और आपके समान निकृष्ट व्यक्ति के जीवन के अंदर पवित्र आत्मा, सर्वोच्च पवित्र आत्मा हम में निवास करता है. कितनी अद्भुत बात है. ഡിൻഡിയാൽ ഡേവിഡ്, താങ്കളിൽ വന്ന് യേശു വസിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണോ? पास्टर दीनदयाल डेविड, आपके जीवन में यीशु आके रह रहा है, पवित्र आत्मा आके रह रहा है, ये एक साधारण बात है क्या? യെസ്, ഗിഡേഷ് ഗാമിറ്റ്, താങ്കളിൽ വന്ന് പരിശുദ്ധാത്മാവ് വസിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണോ? भाई जगदीश गामित, आपके अंदर आकर पवित्र आत्मा रहना क्या एक साधारण बात है? യെസ്, ഉഷാബെൻ, ആ ഭവനത്തിൽ ഉള്ളവരിൽ വന്ന് പരിശുദ്ധാത്മാവ് വസിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണോ? उषा बहन, आपके घर में आकर आपके मध्य में पवित्र आत्मा रहना क्या एक सामान्य बात है? ഹല്ലേലൂയ. അതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. उस बात को याद करते हुए, उसके महत्व को समझते हुए तालियां बजाकर कुछ में प्रभु की स्तुति कीजिए सभी लोग. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. മെക്സ്കോൽ ബാതിരി അബഖതര ഹോ ലെബെസെകന്ദിയ മാറോബിയാൻ തുകസ്മിനി തർബ ഹിയാൻതുരി ബാൽസകരെ മനോറുബന്ധിയന്ന. പ്രൈസ് ദി ലോർഡ്. നിന്നെയും എന്നെയും ദൈവത്തിന്റെ ദേവാലയങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. प्रियो, उसने मुझे और आपको उसका भवन बना दिया, उसका मंदिर बना दिया है. 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ദേവാലയമാക്കിയിരിക്കുന്നു. पहला कुरिन्थियों 6 अध्याय उसके 19वें पद के अंदर हम ये पाते हैं, हमारे शरीर को परमेश्वर ने पवित्र आत्मा का मंदिर बना दिया है. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ ചർച്ചുകളെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കിയിരിക്കുകയാണ്. और पहला कुरिन्थियों 3 के 16 के आधार पे स्थानीय कलीसियाओं को परमेश्वर ने पवित्र आत्मा का मंदिर बनाया है. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സൽ ചർച്ചിനെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാക്കിയിരിക്കുകയാണ്. और इफिसियों 2:21 के आधार पर सार्वत्रिक जो कलीसिया है, विश्वव्यापी जो कलीसिया है, उसे परमेश्वर का मंदिर बनाया गया है. അപ്പോൾ ഈ
നിലയിൽ വചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ വേണ്ടത് കുറേ മേക്കപ്പോ സ്വർണ്ണ ആഭരണങ്ങളോ ഈ ലോകത്തിൻ്റെ മോടികളോ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളോ ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് വേണ്ടത്. और जिसको ये प्रकाशन समझ में आ जाएगा वो दुनिया की किसी बातों के पीछे नहीं जाएगा, वो उसे मेकअप की शायद जरूरत नहीं पड़ेगी, आभूषणों को पहनकर अपने आप को अधिक सुंदर दिखाने की जरूरत नहीं पड़ेगी, या दुनिया की किसी महंगी बातों के पीछे वह नहीं जाएगा. उसका एक ही सपना होगा, यह पवित्र आत्मा मुझे चाहिए, यह पवित्र आत्मा मेरे अंदर निवास करना है और मुझे नियंत्रित करना है. वही एक सपना उसका होगा. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകും എനിക്ക് കൂടുതൽ പണമല്ല വേണ്ടത്, സ്ഥാനമല്ലത് വേണ്ടത്, മാനമല്ല വേണ്ടത്, ഉന്നതമാകുന്ന ജോലിയല്ല വേണ്ടത്, തെറ്റിദ്ധരിക്കരുത്, വലിയ വിദ്യാഭ്യാസമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. और ऐसे लोगों को समझ में आ जाएगा मुझे धन की जरूरत नहीं, मुझे नाम शोहरत की जरूरत नहीं, मुझे पद की जरूरत नहीं, मुझे गलत मत समझना, यहां तक मुझे अधिक पढ़ाई की भी जरूरत नहीं, मुझे तो पवित्र आत्मा चाहिए, पवित्र आत्मा की भरपूरी और सामर्थ मुझे चाहिए. പ്രിയമുള്ളവരെ, ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു മർമ്മമാണ്. വെളിപ്പെട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, ഇതൊരു മിസ്റ്ററിയാണ്. ആ മിസ്റ്ററി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. प्रियो, यह एक भेद की बात है, मेरे प्रचार करने के द्वारा नहीं, आपकी समझ के द्वारा भी नहीं. जब तक पवित्र आत्मा आपको समझाएगा नहीं, आप इस भेद को समझ नहीं पाओगे. അങ്ങനെയെങ്കിൽ ലോക്കൽ ചർച്ചിന് വേണ്ടത് എന്താണ്? ലോക്കൽ ചർച്ചിന് വേണ്ടത് വലിയ ബിൽഡിങ്ങോ, ലോക്കൽ ചർച്ചിന് വേണ്ടത് ആധുനികമാകുന്ന സംഗീത ഉപകരണങ്ങളോ, ലോക്കൽ ചർച്ചിന് വേണ്ടത് മിടുക്കന്മാരാകുന്ന പാസ്റ്റർമാരോ ഒന്നുമല്ല. ലോക്കൽ ചർച്ചിന് വേണ്ടത് പ്രസൻസ് ഓഫ് ഗാഡ്, ഹോളി സ്പിരിറ്റിനെയാണ്. ഹോളി സ്പിരിറ്റിന്റെ ടെമ്പിളാണ് ലോക്കൽ ചർച്ച്. प्रियो, यदि ऐसा है तो एक स्थानीय कलीसिया को बड़ी इमारत जरूरत नहीं, बहुत सुंदर वाद्य यंत्रों की उसको जरूरत नहीं, बहुत सुंदर प्रचार करने वाला प्रचारक नहीं, या आराधना का अगुवा नहीं, या अन्य कोई बातें नहीं, लेकिन एक स्थानीय कलीसिया को जो चाहिए वो है पवित्र आत्मा, पवित्र आत्मा, पवित्र आत्मा की भरपूरी. പഴയ നിയമത്തിൽ നമുക്ക് മോശയെ കാണാൻ കഴിയുന്നുണ്ട്. पुराने नियम में हम मूसा को देखते हैं, അദ്ദേഹം കൊട്ടാരത്തിൽ പഠിച്ച മനുഷ്യനാണ്. और वह महलों में सीखा हुआ व्यक्ति था. ഭയങ്കര പഠിപ്പും കഴിവും മിടുക്കും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു. और बहुत अधिक पढ़ा लिखा योग्यताओं को रखने वाला व्यक्ति था वह. തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ ഒരു എൻകൗണ്ടർ കാണാൻ കഴിയുന്നുണ്ട്. और निर्गमन 3 अध्याय के अंदर एक मुलाकात को हम वहां पर देखते हैं मूसा के जीवन में. ഇതൊരു എൻകൗണ്ടർ മീറ്റിംഗ് ആകുന്നുവല്ലോ. ഈ ദിവസങ്ങളിൽ ഈ സെഷൻ നടക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷം നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടാകും. और इन सभाओं का शीर्षक ही एनकाउंटर है, मुलाकात है. और सभा के समय ही नहीं, लेकिन इसके बाद भी घर में बैठकर जब आप प्रार्थना करते हैं, प्रार्थना कीजिए कि पवित्र आत्मा की एक मुलाकात, एक मुठभेड़ आपके जीवन में होने पाए. 3-ാമത്തെ അധ്യായത്തിൽ മോശയ്ക്ക് എൻകൗണ്ടർ ഉണ്ടാകുന്നുടനെ മോശയോട് ദൈവം പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകണം, എൻ്റെ ജനത്തെ വിടുവിക്കണമെന്ന് പറയുന്നു. और 3 अध्याय में मूसा के साथ में प्रभु की जब मुलाकात होती है, परमेश्वर मूसा से कहता है कि तुझे मिस्र में जाना है मेरे लोगों को छुड़ाने के लिए. മോശ പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. 4 എക്സ്ക്യൂസസ് ആണ് മോശ പറയുന്നത്. 1-ാമത്തെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ഞാൻ എന്തും മാത്രമുള്ളൂ, ഞാൻ ആരാകാം, എനിക്കൊരു കഴിവുമില്ല എന്നാണ്. और मूसा बहाने बनाता, 4 बहाने वो बनाता है. पहला बनाना, मुझसे क्या हो सकता, मुझ में कोई खूबी नहीं. 2-ാമത്തെ എക്സ്ക്യൂസ് പറയുന്നത്, അങ്ങേ എനിക്കറിയത്തില്ല, അങ്ങ് ആരാണ്, അങ്ങയുടെ പേരെന്താണ്. और दूसरा बहाना, मैं आपको नहीं जानता, आपका नाम क्या है. 3-ാമത്തെ എക്സ്ക്യൂസ് പറയുകയാണ്, എൻ്റെ വാക്ക് അവർ കേൾക്കത്തില്ല, ഞാൻ ഈജിപ്തിൽ പോയി പറഞ്ഞാലും അവർ എൻ്റെ വാക്ക് കേൾക്കത്തില്ല. और तीसरा, मैं बोलूंगा वो मानेंगे नहीं, मैं मिस्र में जाके बोलूंगा तो वे स्वीकार नहीं करेंगे. 4-ാമത്തെ എക്സ്ക്യൂസ് പറയുകയാണ്, അവസാനം പറയുകയാണ്, ഞാൻ വിക്കനാണ്. 3 പറഞ്ഞിട്ടും കർത്താവ് വിട്ടുകൊടുത്തില്ല. അപ്പോൾ 4-ാമത് പറയുകയാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. और 3 बहाने उसने बोले, प्रभु ने उसको छोड़ा नहीं. चौथी बार वो कहता है कि मैं हकलाता हूं, बोल में सही रीति से बोल नहीं पाता. നിങ്ങൾ ഒരു കമ്പനിയുടെ CEO ആണെങ്കിൽ, നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുമതലയുള്ളൊരു ജനറൽ മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്ന ഒരാളിനെ നിങ്ങളുടെ കമ്പനിയിൽ എടുക്കുമോ? यदि आप किसी कंपनी के CEO जो लोगों को नौकरी पे रखते हैं, इस प्रकार से बहाने बनाने वाले एक व्यक्ति को क्या आप नौकरी दोगे? 2 മില്യൺ ആളുകളെ വിടുവിക്കുന്ന പരിപാടിയാണിത്. 2 करोड़ लोगों को छुटकारा देने की बात है.
20 लाख ഇത് लोगों को बाहर ദൈവത്തിന്റെ निकालने की ഡിവൈൻ बात है। പ്രോജക്റ്റ് ആണ്. ये ദൈവത്തിന്റെ परमेश्वर ഒരു की ഡിവൈൻ ईश्वरीय പ്രോജക്റ്റ് ആണ്. योजना, प्रभु की एक योजना है। ആ പ്രോജക്റ്റിന് വേണ്ടി കർത്താവ് ഭൂമിയിൽ ഒരാളെ ആക്കാൻ പോകുകയാണ്. और उस बड़े कार्य के लिए परमेश्वर एक व्यक्ति को नियुक्त करने जा रहा है। അയാളുടെ ബയോഡേറ്റ അയാൾ പറയുകയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, और उसका बायोडाटा है, वो कह रहा मैं किसी काम का नहीं, എനിക്ക് മാനേജറിനെ അറിയത്തില്ല, സിഇഒയെ എനിക്കറിയത്തില്ല, मैं सीईओ को पहचानता ही नहीं हूं, എൻ്റെ വാക്കിനി ഞാൻ ചെന്ന് പറഞ്ഞാൽ തന്നെ അവർ കേൾക്കത്തില്ല. और मैं जाके बोलूंगा कोई मेरी बात को नहीं सुनेगा। പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് എനിക്ക് ശാരീരികമായിട്ട് ഒരു ഡിസേബിലിറ്റി ഉണ്ട്, ഞാൻ വിക്കനാ. और उससे भी बढ़कर शारीरिक रीति से एक विकलांगता है, मैं बोलने में हकलाता हूं। നിങ്ങൾ ആരെങ്കിലും ഈ വ്യക്തിക്ക് ജോലി കൊടുക്കുമോ? क्या आप में से कोई ऐसे व्यक्ति को नौकरी देगा? എന്നാൽ യഹോവയാകുന്ന ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാണ്. लेकिन यहोवा परमेश्वर कहता है मैं तुझे नियुक्त करने जा रहा हूं। നിന്റെ ഈ ബയോഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോകുകയാണ്. तेरे इस बायोडाटा के आधार पर मैं तुझे नियुक्त करने जा रहा हूं। നിന്റെ ഈ ഡിസേബിലിറ്റിക്ക് മുഴുവൻ ഞാൻ ഒരു പരിഹാരം തരാൻ പോകുകയാണ്. और तेरे इस कमियों का मैं परिहार करने जा रहा हूं, मैं समाधान करने जा रहा हूं। എന്താ സൊല്യൂഷൻ എന്നറിയാമോ? हल क्या है? പുറപ്പാട് 3:12 കാണാൻ കഴിയുന്നു. निर्गमन 3:12 में हम देख सकते हैं, അതിന് യഹോവ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. निश्चय मैं तेरे संग रहूंगा। ഓ ഹല്ലേലൂയ, my presence shall go with you. मेरी उपस्थिति तेरे संग रहेगी। ഈ മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിയ ഒരു സംഭവമാണ്. इस व्यक्ति के जीवन की दिशाओं को बदलने वाला एक घटनाक्रम था यह। അയാൾക്ക് ശുശ്രൂഷയുടെ വിജയത്തിന്റെ താക്കോല് മനസ്സിലായി. और सेवकाई की विजय की कुंजी उसको समझ में आ गई। നമ്മിൽ പലർക്കും അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. अब में से बहुत तेरे लोग आज भी वो समझ नहीं पाए। വർഷങ്ങളായിട്ട് നമ്മൾ ശുശ്രൂഷയിലാണ്, कई सालों से हम सेवकाई कर रहे हैं, ഇതുവരെയും ആ താക്കോല് മനസ്സിലായിട്ടില്ല. आज तक वो कुंजी नहीं समझ पाए। പുറപ്പാട് 33 ചെല്ലുമ്പോൾ മോശ വീണ്ടും യഹോവയോട് സംസാരിക്കുകയാണ്. निर्गमन 33वें अध्याय में मूसा यहोवा से पुनः बात करता है। സാന്നിധ്യത്തിൽ ഇദ്ദേഹം ജീവിക്കുവാൻ തുടങ്ങിയതിന്റെ പരിണതഫലം എന്താണെന്ന് അറിയാമോ? उपस्थिति में जीवन व्यतीत करना आरंभ करने का फल क्या है? ഇയാൾ മുഖാമുഖമാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. वह परमेश्वर से मुखामुख बातचीत करता है। ഓ, ആ മുഖാമുഖം സംസാരിക്കുന്ന അഭിഷക്തൻ ഇപ്പോൾ പുറപ്പാട് 33:14 പറയുകയാണ്. और मुखामुख परमेश्वर से बातचीत करने वाला अभिषिक्त 33:14 में इस प्रकार से कहता है। 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ആ പശ്ചാത്തലം കാണാൻ കഴിയുന്നുണ്ട്. മോശ യഹോവയോട് പറയുകയാണ്, ഈ ജനത്തെ നയിക്കുവാൻ വേണ്ടി അങ്ങനെ അയച്ചിരിക്കുകയാണ്, എൻ്റെ കൂടെ ആര് പോരുമെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ല. और 12वें पद से यदि हम देखें, मूसा ने यहोवा से कहा, सुन तू मुझसे कहता है इन लोगों को ले चल, परंतु यह नहीं बताया कि तू मेरे संग किसको भेजेगा। ദൈവം അതിന് മറുപടി കൊടുക്കുന്നു. परमेश्वर उसका जवाब देता है। 14-ാമത്തെ വാക്യത്തിൽ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. 14वें पद में मैं आप तेरे साथ चलूंगा। ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിന്റെ ഭവനത്തിന്റെ അകത്ത് നീ ഒരു മാറ്റം, ഒരു വിടുതൽ, ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് അതിനുള്ള മരുന്ന്, ഇതാണ് അതിനുള്ള മറുപടി. प्रियो, आज जो आप मेरी आवाज को सुन रहे हैं, यदि आप आपके व्यक्तिगत जीवन में, आपके परिवार में, आपके कार्य क्षेत्र में एक बदलाव को देखना चाहते हैं, तो उसकी कुंजी यही है। നിന്റെ വീടിനകത്ത് ദൈവ സാന്നിധ്യം വരികയാണെങ്കിൽ, आपके घर के भीतर परमेश्वर की उपस्थिति आ जाए तो നീ ഇന്ന് നേരിടുന്ന പല സംഘർഷങ്ങളും വീടിനകത്ത് പുറത്തു പോകും, വീട്ടിനകത്തുനിന്ന് പുറത്തു. आज ऐसे कई संघर्ष जिसका तू सामना कर रहा है, वे संघर्ष तेरे घर से बाहर निकल जाएंगे। പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നത് സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു. और पुराने नियम के अंदर परमेश्वर की उपस्थिति उस मिलाप वाले तंबू के अंदर अति पवित्र स्थान के अंदर होता था। പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, निर्गमन 25 उसके 8वें पद में हम देख सकते हैं, വസിക്കാൻ ഒരു മന്ദിരം ഉണ്ടാക്കണമെന്ന് യഹോവയാകുന്ന ദൈവം അവരോട് പറയുകയാണ്. और निर्गमन 25 उसके 8 में लिखा है कि वे मेरे लिए एक पवित्र स्थान बनाए कि मैं उनके बीच निवास करूं। 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകമുണ്ട്, പെട്ടകത്തിന്റെ മുകളിലുള്ള മേഴ്സി സീറ്റിലാണ് ഞാൻ വെളിപ്പെടാൻ പോകുന്നത്. और 22वें पद में लिखा है, निर्गमन 25 का 22, मैं उसके ऊपर रहकर तुझसे मिला करूंगा। और वहां लिखा है कि जो साक्षी पत्र के संदूक होंगे, उसके ऊपर जो करूब होंगे, उस ढकने के ऊपर मैं आकर मुलाकात करूंगा। അപ്പോൾ അവർക്കാർക്കും അവരിൽ വസിക്കുമെന്നുള്ള ഒരു പ്രോമിസ് കിട്ടിയിട്ടില്ല.
देखिए उन किसी भी लोगों को, उन यहूदियों को जो पुरानी वाचा में थे, उनमें से किसी को भी ये वायदा नहीं मिला था कि उनके अंदर आकर परमेश्वर निवास करेगा। ഐ വിൽ ഡ്വെൽ എമംഗ് ദം എന്നാണ് അവരോട് പറഞ്ഞത്. मैं उनके मध्य में निवास करूंगा, ऐसा कहा था। ആ മധ്യമേ വസിക്കുന്നതാണ് അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിൽ. और मध्य में निवास कहां पर? पवित्र स्थान के अंदर, उस संदूक के ऊपर। അതുകൊണ്ട് പെട്ടകം വരുന്നിടത്ത് വിടുതലുണ്ടായിരുന്നു. इसलिए जहां वो संदूक आता वहां पर छुटकारा था। നിങ്ങൾക്ക് സംഭവങ്ങൾ അറിയാമല്ലോ. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और शमूएल नबी की दूसरी पुस्तक के अंदर हम देख सकते हैं, 6-ാമത്തെ അധ്യായത്തിൽ ദാവീദ് പെട്ടകം മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ और दूसरे शमूएल 6 अध्याय के अंदर दाऊद जब उस संदूक को वापस भेजने का प्रयास करता है, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. वहां पर कुछ गड़बड़ियां हुई അവിടെ ആ പെട്ടകത്തെ തൊട്ട ഉസ കൊല്ലപ്പെട്ടു. और उजा ने जब उस संदूक को छुआ वो मारा गया। അപ്പം ഒരു മനുഷ്യന് സാന്നിധ്യത്തിന്റെ അരികിൽ വരുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. तो एक व्यक्ति को उस उपस्थिति के करीबी में आने की अनुमति नहीं थी। സാന്നിധ്യത്തെ തൊട്ടാൽ മനുഷ്യർ കൊല്ലപ്പെടുമായിരുന്നു. उपस्थिति को स्पर्श कर ले तो व्यक्ति मारा जाता था। ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. मैं जो बता रहा हूं उसकी गंभीरता को आप समझिए। ഇവിടെ ഇപ്പം നമ്മൾ സാന്നിധ്യത്തെ വഹിച്ചോണ്ട് നടക്കുന്നവരാണ്. यहां पर हम अभी उस उपस्थिति को लेकर चल रहे हैं, സാന്നിധ്യത്തെ തൊടുകല്ല ചെയ്യുന്നത്. उपस्थिति को छू नहीं रहे। നമ്മൾ സാന്നിധ്യത്തെ വഹിക്കുന്ന അമ്പലങ്ങളായി തീർന്നിരിക്കുകയാണ്, ദേവാലയങ്ങളായി തീർന്നിരിക്കുകയാണ്. मैं और आप उस उपस्थिति को लेकर चलने वाले मंदिर बन चुके हैं। ഉസ്സ കൊല്ലപ്പെട്ടത് കൊണ്ട് പെട്ടകം ഒബേദേദോമിന്റെ വീട്ടിൽ 3 മാസത്തേക്ക് വെക്കുകയാണ്. और उजा की मृत्यु होने के कारण यह संदूक ओबेदेदोम के घर में लगभग 3 महीना रहा। 2 Samuel chapter 6 and verse 11. दूसरा शमूएल 6 का 11 के अंदर അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ പെട്ടകം ഗിത്യനായ ഒബേദേദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഒബേദേദോമിനെയും അവന്റെ കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ചു. यहोवा का संदूक गतवासी ओबेदेदोम के घर में 3 महीने रहा और यहोवा ने ओबेदेदोम और उसके समस्त घराने को आशीष दी। പെട്ടകം സാന്നിധ്യത്തിന്റെ സിംബലായിരുന്നു. और संदूक उपस्थिति का प्रतीक था। പെട്ടകം ഒബേദേദോമിന്റെ വീട്ടിൽ വന്നപ്പോൾ സാന്നിധ്യം കൊണ്ട് ഒബേദേദോമിന്റെ വീട് നിറഞ്ഞു. और संदूक जब ओबेदेदोम के घर में पहुंचा, उस उपस्थिति से ओबेदेदोम का घर भर गया। സാന്നിധ്യം വന്നാൽ മതി, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ കൃഷി മെച്ചമാകും, നിന്റെ ബിസിനസ് മെച്ചമാകും, നിന്റെ കുടുംബ ബന്ധം മെച്ചമാകും, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഗുണമേന്മകൾ വെളിപ്പെടുവാൻ തുടങ്ങും. और यदि उपस्थिति प्रकट हो जाए तो आपको उसके बाद ज्यादा कुछ करना नहीं पड़ेगा। स्वतः आपके जीवन के हर एक क्षेत्रों में परमेश्वर की ओर से एक बेहतरी, एक आशीष प्रकट होने लग जाएगी। നിന്റെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി വർദ്ധിക്കും. ആവശ്യമില്ലാതെ നിന്റെ വീട്ടിലുള്ള എക്യുപ്മെന്റുകൾ കേടായി തകർന്നു പോകത്തില്ല. ഈ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ വീടിനകത്ത് ആകമാനം ഒരു മാറ്റം. और यह उपस्थिति यदि आपके घर के अंदर आ गई, आप रसोई में भोजन बनाओगे, उसका स्वाद अपने आप सही हो जाएगा। आपके घर में वस्तुएं अनावश्यक रीति से खराब नहीं होगी। यह उपस्थिति आपके घर की पूरी स्थिति को आमूलचूल रीति से रूपांतरित कर देगी। വേസ്റ്റായി പോകുന്നത് നിന്റെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും. അശുദ്ധി നിന്റെ വീട്ടിനകത്ത് പ്രവേശിക്കുകയില്ല. സാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ നിന്റെ വീട് തുറന്ന സ്വർഗമാകുവാൻ പോകുന്നു. प्रियो, आपके भवन के अंदर यदि उपस्थिति आ जाएगी, उपस्थिति से आपका भवन भर जाएगा। वहां पर अपवित्रता नहीं रहेगी, अशुद्धता नहीं रहेगी, गंदगी नहीं रहेगी। स्वर्ग वहां पर सदैव खुला रहेगा। പലരുടെയും വീട്ടിൽ യേശുവിൻ്റെ സാന്നിധ്യമൊന്നുമില്ല. 24 മണിക്കൂർ ആ TV ഓൺ ചെയ്തുള്ള സിനിമ എല്ലാം ഇട്ട് ആരൊക്കെയാ ഇന്നത്തെ സിനിമാ നടന്മാരുടെ പേരൊന്നും അറിയത്തില്ല. പണ്ടത്തെ പറയാം അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഒക്കെ നിന്റെ വീട്ടിനകത്ത് കുത്തിയിരിക്കുകയാണ്. और आज बहुत सारे लोग उपस्थिति की बात को तो भूल जाते हैं। दिन भर टीवी देखते रहते हैं, फिल्में देखते रहते हैं। और जो अमिताभ बच्चन है, धर्मेंद्र है, जैसे जो भी हीरो हीरोइन है, इनकी उपस्थिति से आपका घर भरा हुआ है। സാന്നിധ്യത്തിന്റെ എൻകൗണ്ടറിന്റെ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി നീ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. और प्रियो, आज मैं उन लोगों से बात करना चाहता हूं जो उपस्थिति को महसूस करना चाहते, उपस्थिति के भराव में उन मुलाकातों को महसूस करना चाहते, उन लोगों से मैं बात कर रहा हूं। സാന്നിധ്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് സിനിമ കാണാൻ എപ്പോഴാ സമയമിരിക്കുന്നു? उपस्थिति में जीवन व्यतीत करने की इच्छा रखने वाला, उसके पास समय का है फिल्में देखने का? കുറ്റം പറയാൻ എപ്പോഴാ സമയം കിട്ടുന്നത്?
एक दूसरे की बुराई करने का समय कहाँ है उसके पास? വഴക്കുണ്ടാക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? लड़ाई झगड़े करने का समय कहाँ है उसके पास? ഒരു വ്യത്യസ്ത നിലവാരത്തിലേക്ക് ഒരു പുതിയ ബ്രീഡിനെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. एक अलग स्तर के लिए प्रभु एक अलग पीढ़ी को तैयार कर रहा है. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഈ പെട്ടകം വന്നാൽ സാന്നിധ്യം വരും, സാന്നിധ്യം വന്നാൽ വിജയമാണ്. और पुराने नियम में जहां पर संदूक आता है वहां उपस्थिति आती है, जहां उपस्थिति आती है वहां विजय मिलती है. സാന്നിധ്യം വന്നാൽ പെട്ടകം വന്നാൽ ബ്ലെസ്സിംഗ്. और जहां पर संदूक आया, उपस्थित आया, वहां पर आशीषें आ गई. സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഹീലിംഗ്. और जहां उपस्थिति आ गई वहां चंगाई आ गई. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടകം യുദ്ധകളത്തിൽ വന്നാൽ സാന്നിധ്യം വരും, സാന്നിധ്യം വന്നാൽ വിജയമാണ്. और युद्ध के क्षेत्र में जहां पर संदूक आ गया, जहां पर उपस्थिति आ गई, वहां पर विजय मिल गया. എന്നോട് സംസാരിക്കുക പ്രിയമുള്ളവരെ, ഇപ്പോൾ സാന്നിധ്യം എവിടെയാ? और मुझसे आप पूछिए अभी उपस्थिति कहां है? ഏതെങ്കിലും ഒരു പ്രത്യേക മുറിക്കകത്താണോ? क्या किसी विशेष कमरे के भीतर है? രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവപൈതലേ, നിന്നിലാണ് സാന്നിധ്യം വഹിക്കുന്നത്. उद्धार पाकर पवित्र आत्मा का बपतिस्मा पाए हुए प्रियो, आपके भीतर उपस्थिति निवास करती है. നീ ദൈവത്തോട് പറഞ്ഞോണ്ടിരിക്കുക, ദൈവം എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്റെ ജീവിതത്തിൽ വിജയം തരണമേ, എന്റെ ജീവിതത്തിൽ വിജയം തരണമേ. आप प्रभु के सामने विलाप करें, प्रभु मुझे आशीष दे, मुझे आशीष दे, मुझे चंगाई दे, मुझे चंगाई दे, मुझे समृद्धि दे, मुझे समृद्धि दे. इस प्रकार करके विलाप कर रहे हो. നീ ആരാണെന്ന് ഇതുവരെ നീ തിരിച്ചറിഞ്ഞില്ലേ? आप कौन हैं? आपने अभी तक जाना नहीं क्या? നീ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. आप प्रभु की उपस्थिति को लेकर चलने वाले पवित्र आत्मा का मंदिर हो. നീ നടന്നാൽ ബ്ലെസ്സിങ്, നീ കയറുന്ന വീട്ടിനകത്ത് ബ്ലെസ്സിങ് വരും. യു ക്യാരി ബ്ലെസ്സിങ്, യു ക്യാരി വിക്ടറി, യു ക്യാരി പ്രോസ്പെരിറ്റി, യു ക്യാരി ഹീലിംഗ്. प्रियो, आप जब जहां पर चलोगे, जिस घर में आप कदम रखोगे, वहां पर आपके द्वारा आशीष प्रवाहित हो जाएगी. आप चंगाई को लेकर चलोगे, आप विजय को लेकर चलोगे. കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. प्रभु की स्तुति कीजिए सभी लोग. അന്യഭാഷയിൽ നിന്ന് സംസാരിക്കുക. ഞാൻ മുന്നോട്ട് പോകട്ടെ. ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ that is not only abiding presence, that presence is transforming presence. നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമാകുന്നു. और वह उपस्थिति न केवल आपके अंदर निवास करती है, लेकिन वह उपस्थिति आपको रूपांतरित भी करती है. അപ്പോസ്തലന്മാരെ ശ്രദ്ധിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ प्रेरितों के कार्य उसके दूसरे अध्याय को आप ध्यान दीजिए. ഭയപ്പെട്ടവർ, പിറകോട്ട് പോയവർ, എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയവർ, ഇത് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതോടുകൂടെ അവരാകമാനം മാറി. और प्रेरितों के कार्य दूसरे अध्याय में हम देखते हैं चेले डर के मारे निराश होकर बैठे हुए थे, लेकिन जब पवित्र आत्मा का सामर्थ उन पर आ गया, वो पूरी रीति से रूपांतरित हो गए. അവർ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ യേശുവിനോട് ചോദിച്ചു. मत्ती रचित सुसमाचार उसके 19 के 27 में उन्होंने यीशु से पूछा. പത്രോസ് അവനോട് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് ചോദിച്ചു. और 27 में पतरस ने कहा, देख हम तो सब कुछ छोड़ के तेरे पीछे हो लिए, तो हमें क्या मिलेगा? അതൊരു എന്ത് കിട്ടും ജനറേഷൻ ആയിരുന്നു. എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും, क्या मिलेगा, क्या मिलेगा. वह पीढ़ी थी, वो मुझे क्या मिलेगा, वो बोलने वाली पीढ़ी. നീ യേശുവിനെ അനുഗമിക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നിർത്തണേ, ആ ഫോളോ ചെയ്യുന്നത് അവസാനിപ്പിക്കണേ. यदि आप यीशु के पीछे आपको कुछ मिलेगा, उस मिलने वाली मानसिकता के साथ में चल रहे हैं, तो आज वो काम बंद कर देना और कोई काम चालू कर दो. എന്തു കിട്ടും കൂട്ടത്തിലാണ് നീ ഇന്നായിരിക്കുന്നതെങ്കിൽ നിനക്ക് ആ വലിയൊരു മാറ്റം ആവശ്യമാണ്. और क्या मिलेगा उस समूह के साथ में आप है, तो आज एक बड़े बदलाव की आपको जरूरत है. ഈ അപ്പോസ്തലന്മാർ ആരംഭത്തിൽ എന്ത് കിട്ടും കൂട്ടത്തിലായിരുന്നു. और ये प्रेरित लोग शुरुआत में क्या मिलेगा उस समूह का भाग थे. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, लेकिन प्रेरितों के कार्य 3 अध्याय में जब हम देखते हैं, 6-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, എന്ത് കിട്ടുമെന്ന് ചോദിച്ച പത്രോസ് ഇപ്പോൾ പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. എന്തു കിട്ടും പത്രോസ് ഇപ്പോൾ, എന്തു കൊടുക്കും പത്രോസായി തീർന്നു.
आप देखिए प्रेरितों के कार्य 3:6 में पतरस कहता है, चांदी और सोना तो मेरे पास है नहीं, परंतु जो मेरे पास है वह तुझे देता हूं, यीशु मसीह नासरी के नाम से चल फिर। देखिए पतरस जो कहता था मुझे क्या मिलेगा, मुझे क्या मिलेगा, वही पतरस पवित्र आत्मा की सामर्थ आने के बाद में अब कह रहा है मैं दूंगा, मैं यीशु के नाम से दूंगा, ऐसा कहने लग गया। കൊടുക്കുവാൻ വല്ലതുമുള്ള ഒരു തലമുറയാണ് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്. एक ऐसी पीढ़ी जिनके पास में देने के लिए कुछ है. മുടന്തന്മാരിരിക്കുക, ഇന്ത്യ മുഴുവൻ മുടന്തന്മാരിരിക്കുക. और भारत में बहुत सारे लंगड़े बैठे हुए हैं. മരിച്ചവരും മുടന്തന്മാരും കുഷ്ഠരോഗികളും എല്ലാ തരത്തിലുള്ളതും ഈ രാജ്യത്തുണ്ട്. और बहुत सारे कोढ़ी लोग, मरे हुए लोग, अपंग लोग इस संसार में हैं. മുടന്തൻ എന്ന് പറയുമ്പോൾ ആത്മീകമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടും ആത്മീക മുടന്തിൽ ജീവിക്കുന്നവർ. और लंगड़े का मतलब उद्धार पाने के बाद भी आत्मिक लंगड़ेपन में जीने वाले लोग. ചത്തവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രാകൃത മനുഷ്യൻ, ആത്മാവിൽ ജീവനില്ലാത്തവൻ. और मृतक का मतलब जो आत्मा में मरा हुआ है, शारीरिक व्यक्ति. കുഷ്ഠരോഗി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പാപത്തിൽ ജീവിക്കുന്നവൻ. और कुष्ठ रोगी का मतलब पाप में जीवन व्यतीत करने वाला. ഈ രാജ്യം മുഴുവൻ മുടന്തന്മാരും കുഷ്ഠരോഗികളും ചത്തവരുമാണ്. और ये राज्य पूरा कोढ़ी लोग है, लंगड़े लोग है, मरे हुए लोगों से भरा हुआ है. വല്ലതും കൊടുക്കാനുണ്ടോ? क्या उनको देने के लिए कुछ है आपके पास? ഇതൊരു വെല്ലുവിളിയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. प्रियो, ये एक चुनौती है. जितने लोग मेरी आवाज को सुन रहे हैं, आपके लिए एक चुनौती है. വല്ലതും കൊടുക്കാനുണ്ടോ? आपके पास देने को कुछ है. ഇനി നിനക്ക് കൂടുതൽ ഒന്നും പ്രാപിക്കാനില്ല. കർത്താവ് നിന്നോട് പറയുന്നത് നിന്റെ കണ്ണൊന്ന് തുറന്നാൽ മതി. നീ ദൈവത്തിന്റെ ദേവാലയമായി തുറന്നിരിക്കുന്ന ഈ സാന്നിധ്യം വഹിക്കുന്ന വ്യക്തിയാണ്. നിനക്കാണ് ഈ തലമുറയ്ക്ക് വല്ലതും കൊടുക്കാനുള്ളത്. प्रियो, अब आपको कुछ मिलने की जरूरत नहीं है. आपकी आंखें खुलनी है. आपको यह समझना है कि आपके पास में क्या है. आपके पास में इस पीढ़ी को देने के लिए बहुत कुछ है. ട്രാൻസ്ഫോർമേഷൻ, പ്രസൻസ് കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തെ ആകമാനം, നമ്മുടെ സ്വഭാവത്തെ ആകമാനം, നമ്മുടെ കാഴ്ചപ്പാടുകളെ ആകമാനം മാറ്റും. प्रियो, वो उपस्थिति हमारे स्वभाव को, हमारे दृष्टिकोण को, हमारे जीवन के दर्शन को पूरी रीति से रूपांतरित कर देगी. വസിക്കുന്ന സാന്നിധ്യം നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, हमारे अंदर निवास करने वाली उपस्थिति जब हमें रूपांतरित करती है, നമ്മിലൂടെ പ്രകടമാകാൻ പോകുകയാണ്. ആ പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. പ്രസൻസ് മാനിഫെസ്റ്റിംഗ് പ്രസൻസ് ആയി തീരാൻ പോകുകയാണ്. और वह उपस्थिति हम में से होकर प्रकट होने जा रही है. ഓ, प्रतिबिंबित. നീ നടന്നു പോകുമ്പോൾ സാന്നിധ്യം നിന്നിലൂടെ പ്രകടമാകുവാൻ പോകുന്നു. प्रियो, जब आप चलोगे, आप जहां से चलोगे वहां पर आप में से होकर उसकी उपस्थिति प्रकट होगी. നീ ചില വീടുകളിൽ കയറുമ്പോൾ നിന്നിൽ നിന്ന് സാന്നിധ്യം അവിടെ പ്രകടമാകുവാൻ പോകുന്നു. आप कुछ घरों में जब प्रवेश करेंगे, आपके द्वारा वहां पर उपस्थिति प्रकट हो जाएगी. നീ ചില രോഗികളെ തൊടുമ്പോൾ സാന്നിധ്യം പ്രകടമാകുവാൻ പോകുന്നു. आप कुछ बीमारों को स्पर्श करोगे, वहां पर उपस्थिति प्रकट होगी. പ്രസൻസ് എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, അവൈലബിലിറ്റിയാണ് കാണിക്കുന്നത്. और उपस्थिति का मतलब उपलब्धता को वो बताता है. ഞാൻ ഫീലിംഗ് എന്ന് പറഞ്ഞു. ഫീലിംഗിൻ്റെ ഏറ്റവും ഘനമേറിയ ഒരു വിശദീകരണമാണ് അവൈലബിലിറ്റി. പ്രസൻസ്, ജീസസിന്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ജീസസിന്റെ അവൈലബിലിറ്റി. और भावनाएं या उपस्थिति, उसका वास्तविक अर्थ है उपलब्धता. यीशु की उपस्थिति अर्थात यीशु उपलब्ध है. ആ സാന്നിധ്യം എന്നിലൂടെ പ്രകടമാകുവാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം ഷോ, ഡിമോൺസ്ട്രേറ്റ്, വർക്ക്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. നിന്നിലൂടെ പ്രവർത്തിക്കുവാൻ പോകുന്നു, നിന്നിലൂടെ കാണിക്കുവാൻ പോകുന്നു, നിന്നിലൂടെ അത് പ്രദർശിപ്പിക്കുവാൻ പോകുന്നു. और वह उपस्थिति आप में से होकर प्रकट होने जा रही है, आप में से होकर अभिव्यक्त होने जा रही है, आप में से होकर दिखाई देने जा रही है. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 1:3 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് ഓരോ തലമുറയിലും ഉള്ളവർ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. और प्रेरितों के कार्य 1:3 के अंदर हम समझ सकते हैं यीशु जिंदा है और हर पीढ़ी की जिम्मेदारी है कि अपनी पीढ़ी में इस बात को वो साबित करके दिखाए. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ശിംശോന്റെ ഒരു അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ മേൽ ദൈവ സാന്നിധ്യം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു കഴുത താടി എല്ലുകൊണ്ട് 1000 പേരെ സംഹരിച്ചു. और न्यायों उसके 15वें पद के अंदर हम देख सकते हैं कि शिमशोन के ऊपर जब परमेश्वर का आत्मा उतर आया, गधे के जबड़े की एक नई हिड्डी से उसने 1000 पुरुषों को मार डाला. ശിംശോൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
शिमशोन में कुछ खासियत है क्या? ഒരു പ്രത്യേകതയുമില്ല. എന്നാൽ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു കഴുത താടിയെല്ലുകൊണ്ട് 1000 പേരെ അവൻ നിഗ്രഹിച്ചു എങ്കിൽ में कोई खासियत नहीं, लेकिन जब उसके ऊपर पवित्र आत्मा आ गया, एक गधे के जबड़े की हड्डी से 1000 लोगों को उसने घात कर दिया। അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് വന്നു. സാന്നിധ്യം വഹിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു. प्रेरितों के कार्य 2 अध्याय में उपस्थिति को लेकर चलने वाला पतरस जब खड़ा हुआ 3000 लोगों ने बपतिस्मा ले लिया। ആമേൻ. ഈ തലമുറയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. इस पीढ़ी में यह हो रहा है। ഒരു കഴിവുകളും ഇല്ലാത്തവർ സാന്നിധ്യം വഹിക്കുന്നവരായി ചില ദേശങ്ങളിൽ ചെല്ലുമ്പോൾ ആ ദേശം മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. आप में कोई योग्यता नहीं होगी, कोई ऐसी क्षमता अलग से नहीं होगी, लेकिन उपस्थिति आपके जीवन में होगी। आप राज्यों में जाएंगे, वहां पर लोग प्रभु को पहचानेंगे। ഏകദേശം 24 വർഷങ്ങൾക്ക് മുന്നമേയാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. और लगभग 24 साल पहले मैंने प्रचार करना आरंभ किया। എനിക്ക് വലിയ പരിചയങ്ങളൊന്നും ആത്മിക ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നില്ല. और आत्मिक सेवकाई में बहुत अधिक परिचय मेरे पास में नहीं था। ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ഒരു അവസരം ലഭിച്ചില്ല. बाइबल कॉलेज में पढ़ने का अवसर भी मुझे नहीं मिला। പക്ഷേ ആ സമയത്ത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഇന്റിമസി വന്നപ്പോൾ लेकिन पवित्र आत्मा के साथ में एक करीबी, एक निकटता जब मेरे जीवन में आई, ഞാൻ സാന്നിധ്യം തിരിച്ചറിയാൻ തുടങ്ങി. मैं उपस्थिति को महसूस करने लगा। ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എക്സ്പീരിയൻഷ്യൽ പ്രസൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആ മീറ്റിങ്ങിൽ എക്സ്പീരിയൻഷ്യൽ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ തുടങ്ങി. और एक सभा में जब मैं जाता तो पवित्र आत्मा मेरी मदद करता कि वहां पर वास्तविकता में उपस्थिति है या नहीं, मैं उसे महसूस करता। ഒരു പ്രാർത്ഥിക്കുവാൻ വേണ്ടി എൻ്റെ മുറിയിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാം എക്സ്പീരിയൻഷ്യൽ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. और प्रार्थना करने के लिए जब मेरे कक्ष में बैठता हूं, मैं समझ जाता हूं कि वहां पर प्रकट होने वाली उपस्थिति है या नहीं। എക്സ്പീരിയൻഷ്യൽ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുറി വിടത്തില്ല. और जब तक वो उपस्थिति को मैं अनुभव नहीं करूं, मैं कमरे से बाहर नहीं निकलता हूं। സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. बगैर उपस्थिति के मैं प्रचार नहीं कर सकता। വർഷങ്ങൾക്ക് മുന്നമേ സാന്നിധ്യമില്ലാതെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടിയിട്ടില്ല, എനിക്ക് പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. और कई सालों पहले बगैर उपस्थिति के मैं प्रचार करने खड़ा होता, मुझे शब्द नहीं मिलते, मैं प्रचार पूरा नहीं कर पाता था। അതെന്നെ കൊണ്ടെത്തിച്ചത് പ്രാർത്ഥനാ മുറികളിലാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം ചിലവഴിച്ചു. और उन अवस्थाओं ने मुझे प्रार्थना कक्ष में पहुंचा दिया। कई घंटों उपस्थिति के लिए मैं प्रार्थना करने लगा। അതെന്നെ കൊണ്ടെത്തിച്ചത് ഫാസ്റ്റിങ്ങിലാണ്. 21 ദിവസം 40 ദിവസം ഫാസ്റ്റിംഗ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. और वहां से वे उपवास की जीवन शैली में आया। 21 दिन 40 दिन उपवास लेना मेरी जीवन शैली का एक भाग बन गया। അതെന്നെ കൊണ്ടെത്തിച്ചത് ജീവിതം ഡിസിപ്ലിൻ ചെയ്യുന്നതിലാണ്. ആവശ്യമില്ലാത്ത സാന്നിധ്യത്തെ കെടുത്തുന്നതിനെ ഒന്നിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കത്തില്ല. और वहां से मेरा जीवन प्रभु की उपस्थिति में बना रहने के लिए प्रभु ने मुझे प्रेरित किया। ऐसी कोई भी बात, ऐसा कोई भी व्यक्ति जो उस उपस्थिति को बुझा सकता, मैं उससे कोई लेना देना नहीं रखता। ഞാൻ എന്ത് കാണും, എന്ത് കേൾക്കും, എന്ത് സംസാരിക്കും എന്നുള്ളതിൽ ഞാൻ നിബന്ധനകൾ കൊണ്ടുവന്നു, തീരുമാനങ്ങൾ കൊണ്ടുവന്നു. और मैं क्या देखूंगा, क्या सुनूंगा, क्या बोलूंगा, उन बातों में मैंने अपने जीवन को अनुशासित कर दिया। അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ടി വി എടുത്ത് കളഞ്ഞ. ടി വി എന്ന് പറഞ്ഞാൽ ടി വി കേബിൾ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിലില്ല. അത് അനുവദിക്കുകയില്ല. അങ്ങനെയുള്ള സാധനം 30 വർഷമായിട്ട് കണ്ടിട്ടില്ല. और उसके कई सालों पहले मैंने मेरे घर से टीवी में केबल कनेक्शन निकाल के फेंक दिया, टीवी ही हटा दिया। ऐसी कोई बातें हम और हमारे घर वाले लोग नहीं देखते। ഇത് ഈ നിലയിൽ ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമാണ്. അത് ഓരോരുത്തരുടെ തീരുമാനമാണ്, എൻ്റെ തീരുമാനമാണ്. ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തു കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. और प्रियो, यह मेरे जीवन का व्यक्तिगत अनुशासन का एक भाग है। क्या देखूंगा, क्या सुनूंगा, क्या बोलूंगा, उस पर मैंने कुछ अनुशासन के नियमों को लागू कर दिया। നിങ്ങളിൽ ആരെങ്കിലും ഈ രാത്രിയിൽ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? या आप में से कोई है जो आज रात चाहत रख रहा है एक ऊंचाई में, एक गहराई में, उस उपस्थिति में जीवन व्यतीत करने के लिए? നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. आपका जीवन बदलने जा रहा है। ചില യോഗങ്ങളിൽ കയറുന്ന സമയത്ത് ആ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. और कई सभाओं में, कई मंचों में जब मैं खड़ा होता हूं, वहां के माहौल को बदलते हुए मैंने ध्यान दिया है। ഞാൻ വാ തുറന്ന് ചില വാക്കുകൾ പറഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നും പറയുവാൻ കഴിയാതെ ജനം മുഴുവൻ ആത്മാവിൽ മണിക്കൂറുകൾ ആരാധിക്കുന്ന കണ്ടിട്ടുണ്ട്. और कई स्थानों में मुंह खोल के एक शब्द बोलता हूं, उसके आगे मैं प्रचार नहीं कर पाता, लोग आत्मा में आराधना करते घंटों तक, ऐसा भी मैंने देखा है।
ഒരു വ്യക്തിയെ നോക്കി വിരൽ ചൂണ്ടിയിട്ട് ഒരാലോചന പറയുമ്പോൾ ആ വ്യക്തി കരയുമ്പോൾ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രിഗേഷൻ മുഴുവൻ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. और मैंने देखा है कि एक व्यक्ति के जीवन में जब मैं भविष्यवाणी करता हूं, पूरी भीड़ उस बात को लेकर वो चिल्ला चिल्ला कर रोते हुए मैंने अनुभवों को देखा है. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് സാന്നിധ്യത്തോടുകൂടെ ഇറങ്ങി വന്ന ഒരു കാറിൽ കയറുമ്പോൾ കാറിലിരിക്കുന്ന ഒരു കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. और प्रार्थना कक्ष से उपस्थिति को महसूस करके गाड़ी में जब बैठता हूं, गाड़ी में बैठे हुए लोग रोते हुए मैंने देखा है. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. और जब मैं उनसे पूछता हूं कि आप क्यों रो रहे, वो कहते हैं कि हमें भी नहीं मालूम, बिना रोए हम बैठ नहीं सकते. കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുകയാണ്. और एक बड़ी की भीड़ बपतिस्मा लेने जा रही है. കൂട്ടമായിട്ട് ജനം രാജസ്ഥാനിൽ വിശ്വാസത്തിലേക്ക് വരാൻ പോകുകയാണ്. और बहुत बड़ी भीड़ राजस्थान में विश्वास में आने जा रही है. നിന്റെ സഭായോഗങ്ങൾ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുകയാണ്. आपकी आराधना सभाएं मैदानों में होने जा रही है. നിന്റെ കെട്ടിടങ്ങൾക്ക് വഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിട്ട് ജനം ഓടിക്കൂടാൻ പോകുകയാണ്. और एक ऐसी भीड़ जो इमारतों में समा नहीं सके, ऐसी भीड़ प्रभु देने जा रहा है. നിന്റെ വീട്ടിൽ കയറുന്ന പാപി വിറച്ച് പെടച്ച് ആത്മാവിവശതയിൽ വീഴാൻ പോകുകയാണ്. आपके घर में कदम रखने वाला एक पापी आत्मा के एहसास में, अंगीकार में वो नीचे पड़ जाएगा, ऐसा होने जा रहा है. നീ റോഡിലൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകാൻ പോകുകയാണ്. आप सड़कों में चलेंगे, दुष्ट आत्माएं लोगों के अंदर से निकलेगी. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ये सारी बातें मैंने देखी, अनुभव हुआ है, सही बातें कह रहा हूं. അത് ഒരിക്കലോ ഒരു റാൻഡമായിട്ട് എവിടെയെങ്കിലും അല്ല, ഇത് സാധാരണമാകുന്ന ഒരു സീസണിലേക്ക് നമ്മൾ വരാൻ പോകുകയാ. जो कभी कभार होने वाली एक बात नहीं, लेकिन दिन रात होने वाली सामान्य रीति से होने वाले एक मौसम में पवित्र आत्मा मुझे और आपको ले जाना चाहता है. അതിന് വെളിയുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. और यदि आपके अंदर वो बुलाहट है, आप प्रार्थना कीजिए, प्रभु के साथ में हाँ बोलिए, प्रभु आपको स्पर्श करने जा रहा है. ഓ താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ആമേന്. ഒരു പ്രായം കഴിഞ്ഞു പോയി, ഇനി എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മോശയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. और कोई है जो कह रहा है कि मेरी उम्र काफी हो चुकी है, अब प्रभु मुझे इस्तेमाल में नहीं ले सकता, तो आज प्रभु का आत्मा आपसे कहता है, यदि वो मूसा को इस्तेमाल में ले सकता है तो आपकी उम्र उसके लिए एक विषय नहीं है. ചില യൗവനക്കാരെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ കർത്താവ് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുവാൻ നീ സമർപ്പിക്കുകയാണെങ്കിൽ ഈ രാത്രി ഒരു പകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കുന്നു. कुछ जवानों को वरदानों की सेवकाई प्रभु सौंपना चाहता है. यदि आज रात विश्वास योग्यता के साथ में तू सेवा के निर्णय लेगा, प्रभु उन बातों को तेरे हाथों में देने जा रहा है. ആമേന്. ശുശ്രൂഷയിലായിരിക്കുന്നവരോടെല്ലാം, ശുശ്രൂഷയിൽ ഇതുവരെ അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ഉയർന്ന ഒരു വിശാലമായ നിലയിൽ ഇതുവരെ ശുശ്രൂഷയിൽ വന്നിട്ടില്ലാത്തവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചില ദൗത്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ, ചില ദൈവിക ഉത്തരവാദിത്തങ്ങൾ നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ കൃപകളെ നിൻ്റെ മേൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ അത് വിശ്വസ്തയോട് വ്യാപാരം ചെയ്യുകയാണെങ്കിൽ രാത്രിയിലൊരു സ്പർശനം സ്വീകരിക്കുക. प्रभु का आत्मा कह रहा है कि सेवा के क्षेत्र में आप आगे बढ़ने का प्रयास कर रहे हैं, अब आगे जाने की इच्छा रखते हैं. प्रभु कह रहा है विश्वास योग्यता के साथ में तू प्रभु के सम्मुख एक निर्णय लेगा, कुछ नई बातों को प्रभु आपके हाथों में सौंपने जा रहा है. ശുശ്രൂഷകന്മാരോടല്ല, അല്ലാതെ ഉള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു? കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. ഞാൻ പറയുന്നത് ഫുൾ ടൈം മിനിസ്ട്രിയോ ജോലി രാജിവെച്ച് അതൊന്നുമല്ല. ചിലരെ അങ്ങനെ കർത്താവ് വിളിക്കും. എന്നാൽ നീ ഏത് സ്ഥാനത്തായിരിക്കുന്നു, ആ സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരം ഉയർത്തിക്കോ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. और ध्यान से सुनिएगा, पूर्णकालिक सेवकों से या पास्टरों से मैं बात नहीं कर रहा, लेकिन आप में से वे लोग जो चाहते हैं, मैं जहां हूं, आप स्कूल में नौकरी करते होंगे, अन्य कोई व्यवसाय करते होंगे, उस व्यवसाय के साथ में, आपकी नौकरी के साथ में परमेश्वर के द्वारा मैं इस्तेमाल में लिया जाना हो, यदि आज रात आप आपके जीवनों को समर्पित करना चाहते हैं, अपने हाथों को उठाए. हम ऐसे लोगों के लिए प्रार्थना करने जा रहे हैं. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ, സ്കൂൾ വിദ്യാർത്ഥിനിയെ ദൈവം നൂറുകണക്കിന് ആളുകളുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. और मैंने देखा है 9वीं क्लास में पढ़ने वाली एक छोटी बच्ची को सैकड़ों की संख्या में अन्य मित्रों को प्रभु की ओर आकर्षित करते हुए गवाहियों को मैंने अपनी आंखों से देखा है. സ്കൂൾ അധ്യാപികയാകുന്ന ഒരു സ്ത്രീയെ 3 സഭകൾ സ്ഥാപിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ കാണുവാനിടയായി. और स्कूल की एक टीचर के द्वारा 3 कलीसियाओं की स्थापना को करते हुए मैंने देखा है. അങ്ങനെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. ऐसे सैकड़ों अनुभव मेरे पास में. അതുകൊണ്ട് നിന്റെ പശ്ചാത്തലം എന്തുമാകട്ടെ, യേശുവേ ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് നീ ആത്മാർത്ഥതയോടുകൂടെ പറയുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകും.
യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ അവരുടെ മേൽ കത്തട്ടെ. यीशु मसीह के नाम में आत्मा की आग उन पर आने पाए. സ്വർഗം അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. स्वर्ग ये कर रहा है, उसके प्रेम के लिए धन्यवाद. അവരുടെ പ്രാർത്ഥനാ ജീവിതമാകമാനം മാറട്ടെ. മണിക്കൂറുകൾ 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 പ്രാർത്ഥിക്കുവാൻ അവരുടെ മേൽ ഒരു പകർച്ച ഉണ്ടാകട്ടെ. प्रभु जी घंटों घंटों प्रार्थना करने का एक अभिषेक इनके ऊपर आने पाए. ഒരു വചനത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കട്ടെ, വിശപ്പ് വർദ്ധിക്കട്ടെ. വചനത്തിന് മുൻപിൽ ദിവസങ്ങളിരിക്കുവാനുള്ള കൃപ അവരുടെ മേൽ പകരപ്പെടട്ടെ. प्रभु जी वचन को लेकर घंटों बैठने का एक मन उन्हें दीजिए, भूख और प्यास उनके अंदर आने पाए. 24 മണിക്കൂർ അന്യഭാഷയിൽ സംസാരിക്കുന്നവരായി അവർ തീരട്ടെ. 200 घंटे अन्य भाषा में बोलने वाले ये बन जाने पाए. സാന്നിധ്യത്തെ ഹോസ്റ്റ് ചെയ്യുന്നവരായി തീരട്ടെ. उपस्थिति को लेकर चलने वाले ये बनने पाए. ആമേൻ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു സന്ദേശം തരുന്നു. ആമേൻ. കർത്താവിൻ്റെ കൽപ്പന വിശ്വാസ സ്നാനം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസ സ്നാനം എത്രയും വേഗം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. यदि आपने अभी तक जल का बपतिस्मा नहीं लिया है तो ये आपके लिए मैं कहना चाहूंगा, आप यीशु मसीह पर विश्वास करते हैं तो जल में डूबकर बपतिस्मा लेना अनिवार्य है और उसके लिए आप अपने जीवनों को सौंपिए. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു നിമിഷം പോലും ഇനി അത് മാറ്റിവെക്കരുത്. നിങ്ങളുടെ ആമേൻ പാസ്റ്റേഴ്സിനോടോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുക, ഒരു നിമിഷം പോലും മാറ്റിവെക്കരുത്. നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറാകുക. और मैं आपसे कहना चाहूंगा, अब विलंब न करें. यदि अभी तक आपने बपतिस्मा नहीं लिया है, आपके पास बानों से कहिए जितना जल्दी हो सकता है उतना आप जल का बपतिस्मा लीजिए. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ നിസ്സാരമായി കാണരുത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ഇപ്പോൾ ഉള്ള ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുകയില്ല എന്നുള്ള കഠിന തീരുമാനങ്ങൾ എടുക്കുക. പരിശുദ്ധാത്മാഭിഷേകമില്ലാതെ ജീവിക്കരുത് ഈ ഭൂമിയിൽ. और यदि आपने पवित्र आत्मा का बपतिस्मा नहीं पाया है, आप निर्णय ले लीजिए कि जब तक आत्मा का बपतिस्मा नहीं मिलेगा मैं उठूंगा नहीं. ऐसा एक कठिन निर्णय आप लीजिए, आत्मा की सामर्थ्य को आप पाओगे. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു സ്വർഗീയ സ്പർശനത്തെ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर पिता, आपके लोगों के लिए मैं प्रार्थना करता हूं, उनके जीवनों को आपने स्पर्श किया, उसके लिए धन्यवाद. അന്ത്യകാല ഉണർവിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ബ്രീഡാക്കി, ഒരു പ്രത്യേക കൂട്ടം പുത്രന്മാരാക്കി, വചനത്തിൻ്റെ പുത്രന്മാരാക്കി, സാന്നിധ്യത്തിൻ്റെ പുത്രന്മാരാക്കി ഇവരെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. प्रभु जी, अंत के दिनों की जागृति के लिए वचन के पुत्र के रूप में एक नई प्रजाति के रूप में आपने खड़ा करने जा रहे हो, उसके लिए धन्यवाद. അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. प्रभु जी, आपने जो अधिकार दिया उस अधिकार का इस्तेमाल करके पिता पुत्र पवित्र आत्मा के नाम से इन दोनों पर आशीष की घोषणा हम करते हैं. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम में मांगते हैं. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.